വമ്പൻ പ്രക്ഷോഭത്തിന് CPM. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ CPM തെരഞ്ഞെടുത്തു. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വി.ഡി. സതീശനെ നേരിടാൻ പ്രതിപക്ഷ നിരയിൽ ഉണ്ടാകും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ CPM ഒരുപാട് കരുതൽ എടുക്കുന്നു. കാരണം വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും വക്താവാണ്. കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ച് നിന്നിരുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ കരുതലോടെ കാണുന്നു, അല്ലെങ്കിൽ ജാഗ്രതയോടെ കാണുന്നു CPM. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ചുമതല വി.ഡി. സതീശനുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പോൾ തന്നെ വി.ഡി. സതീശനെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുമ്പോൾ CPM ഒരു ഉണർവിൻ്റെ പാതയിലാണ്. പിണറായി വിജയൻ വി.ഡി. സതീശനെ എതിർക്കാൻ നിയമസഭയിൽ എത്തുമ്പോൾ യുദ്ധം തീപാറും എന്നുള്ളത് ഉറപ്പാണ്. പലവിധ കാരണങ്ങൾ സമരം ചെയ്യാൻ CPMൻ്റെ പക്കലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വനിതകൾക്കുള്ള സൗജന്യ ബസ് യാത്രയാണ്. നാളെ മുതൽ അത് അനുവദിക്കേണ്ടതാണ്. അനുവദിച്ചിട്ടില്ല ഇതുവരെ. കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള സ്റ്റൈഫൻഡ് 1000 രൂപയാക്കും എന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. ആക്കിയിട്ടില്ല ഇതുവരെ. ആശാവർക്കർമാരുടെ ഓണററിയം 21,000 രൂപയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം 45,000 രൂപയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഇടതുപക്ഷത്തിന് കോൺഗ്രസ് കൊടുത്ത വടിയാണ്. സംഘടനയിൽ CPMനെ സംഘടനാ പാടവത്തോടെ നയിച്ച പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്ന പിണറായി വിജയൻ ആദ്യമായി പ്രതിപക്ഷ നേതാവായി എത്തുകയാണ്. പിണറായി വിജയൻ നന്നായി ഗൃഹപാഠം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പിണറായിക്കെതിരെ തൊടുത്തുവിട്ട ആരോപണങ്ങൾ അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുമ്പോൾ ജനങ്ങൾ പിണറായി വിജയനെ ഹർഷാരവത്തോടെ സ്വീകരിക്കും വരും കാലങ്ങളിൽ. ഇനി അങ്ങോട്ട് പിണറായി വിജയൻ പാർട്ടിയെ നയിക്കും. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹം തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ധാർഷ്ട്യങ്ങളെല്ലാം മാറ്റിവെച്ച് ജനപ്രിയ നേതാവായി മാറാൻ, ജനപ്രിയ പ്രതിപക്ഷ നേതാവായി മാറാൻ പിണറായി വിജയൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുള്ള സൂചനകൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിച്ചു. സതീശൻ CPMകാരെ അടിച്ചൊതുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ തെരുവിൽ ചോര ചിന്തും. തെരുവിൽ സമരം ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. സതീശന് മുഖ്യമന്ത്രി കസേര ഒരു മുൾക്കുരിശായി മാറും. മുള്ളു തറച്ച കസേരയിൽ സതീശൻ ഇരിക്കേണ്ടി വരും. ഇതുവരെ സതീശൻ കളിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ കളിയാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ള KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ വെട്ടി സതീശൻ അധികാരത്തിൽ
എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ കീഴ്വഴക്കങ്ങൾ മാറും. മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നോമിനിയാണ് സതീശൻ. BJP നേതാവ് B. മുരളീധരൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് BJPയും സമരത്തിനിറങ്ങും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ സതീശനെ നേരിടാൻ എത്തും.